ഐ ആം ജാൻമണി ദാസ്. വഴിയിൽ കൂടി നടന്നു പോകുന്ന വെറും ഞഞ്ഞാമുഞ്ഞ ആത്മീയ അല്ല ഞാൻ. എന്റെ ഫാമിലി ബിഗ് ആണ്. ഞാൻ 2006 മുതൽ ബിസിനസ് ക്ലാസ്സിൽ നടക്കുന്ന ഒരു കോടീശ്വരിയാണ്. ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റ്സിൽ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഡ്രാമ 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് നാട്ടക് ജിസ്മെ ഓഡിയൻസ് ഇൻവോൾവ് ആകും. സെക്കൻഡ് ക്ലാസ് നാട്ടക് ജിസ്മെ ഓഡിയൻസിന് ഒന്നും തോന്നില്ല. തേർഡ് ക്ലാസ് നാട്ടക് ഇൻ വിച്ച് ഓഡിയൻസിനെ വെറുപ്പിക്കും. ഇന്ന് ജാൻമണി മുന്നിൽ പോയി നിന്ന് പറഞ്ഞ 2-3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ലിവിംഗ് റൂമിൽ വെച്ചിട്ട്. ഇതിലെ പ്രോബ്ലം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മള് പുറത്ത് മറ്റേ ആനയും ചേനയും ഒക്കെ ആയിരിക്കും, കൊമ്പത്തെ ആളുകളായിരിക്കും. പക്ഷെ ബിഗ് ബോസിന്റെ അകത്ത് പ്രേക്ഷകർ ഇതൊന്നും വെച്ചിട്ടല്ല ഒരാളെ വിലയിരുത്തുന്നത്. അകത്ത് ചെന്നിട്ട് അവർ എന്ത് ഗെയിം കളിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് പുറത്തെ അവരുടെ ഇമേജ്. ബിഗ് ബോസിന്റെ അകത്ത് വെറും ഒരു കണ്ടസ്റ്റന്റ് അത്രേ ഉള്ളൂ, അല്ലാതെ ആനയും ചേനയും മാങ്ങാണ്ടിയൊന്നുമില്ല. ജാൻമണീനെ ജാനു ഒക്കെ എന്നും വേലക്കാരി ജാനു എന്നും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വിളിപ്പേരിട്ട് വിളിക്കുന്ന കുറെ ആളുകളുണ്ട്. ഞാൻ തന്നെ പേഴ്സണലി ഒത്തിരി കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്നും ഒരിക്കലും അങ്ങനെ വിളിച്ചിട്ടില്ല കേട്ടോ. അതും കൂടി എടുത്തു പറയണം. പിന്നെ ജാൻമണി ഇങ്ങനെയൊക്കെ സ്വയം പൊങ്ങിത്തരം ബിഗ് ബോസിന്റെ അകത്ത് വെച്ച് പറഞ്ഞിട്ട് പുറത്തിറങ്ങി ഈ ട്രോളൊക്കെ കാണുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. വളരെ പേഴ്സണൽ ആയിട്ട് ചിലപ്പോൾ ഇതിനെയൊക്കെ എടുത്തേക്കാം. കാരണം ആ രീതിയിൽ ഒരു സവർണ അല്ലെങ്കിൽ ഒരു ഇലൈറ്റിസ്റ്റ് ചിന്താഗതിയുള്ള ആളാണ് നമ്മുടെ ജാൻമണി. ഞാൻ സുന്ദരിയാണ്, ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ സുന്ദരി, ഞാനാണ് ലോകത്തെ ഏറ്റവും വലിയ പണക്കാരി, ആ രീതിയിലുള്ള ഒരു തോട്ട് പ്രോസസ് ഉണ്ട് ജാൻമണിക്ക്. പിന്നെ ഗബ്രി ജിൻഡോയുടെ അയിത്തം കാണിച്ചതിനേക്കാൾ വലിയ തെറ്റൊന്നും ജാൻമണി പറഞ്ഞിട്ടില്ല. പക്ഷെ ജാൻമണി പറഞ്ഞത് തെറ്റ് തന്നെയാണ്. അത്രയും പ്രിവിലേജ് ഉള്ള ആളുകളാണെങ്കിൽ എന്തിനാണ് വെറും ഒരു 50 ലക്ഷത്തിന്റെ കളിക്ക് ഇറങ്ങിയത് എന്നാണ് ജാൻമണിയോടുള്ള എന്റെ ചോദ്യം. ഇങ്ങനെ ഇത്രയും സ്വയം പൊങ്ങിത്തരം പറഞ്ഞ സ്ഥിതിക്ക് ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ജാൻമണിയോട്. അപ്പോൾ ജാൻമണി പറയും ഫെയിം വേണമെന്ന്, ആൾക്കാർ തിരിച്ചറിയണമെന്ന്. അത്രേ ഉള്ളൂ. മനുഷ്യന്മാർക്ക് അവരുടെ ലൈഫിൽ വേണ്ടത് 3 കാര്യങ്ങളാണ്: പണം, അഭിനന്ദനം, അംഗീകാരം. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതിപ്പോ ലോകത്തുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇത്രയുമാണ് എനിക്ക് ജാൻമണിയെ കുറിച്ച് പറയാനുള്ളത്.